യെസ്, ആര്യ വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആര്യ, ഇന്ദിരാ ക്യാൻറ്റീൻ നമുക്കറിയാം കുറഞ്ഞ വിലയ്ക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്നു, ഗ്യാസ് ഇല്ല എന്നൊക്കെ പറയുന്ന പരാതികളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ കൂടി അദ്ദേഹം അവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെയൊക്കെ ഭാഗമാണോ? ജിൽസി, കുറച്ച് ദിവസം മുമ്പാണ് ഇന്ദിരാ ക്യാൻറ്റീന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 50 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഭക്ഷണം എന്ന രീതിയിലാണ് ഇന്ദിരാ ക്യാൻറ്റീൻ എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. അപ്പോൾ രാവിലെ 10 രൂപയ്ക്ക് ഭക്ഷണം, ഉച്ചയ്ക്ക് 30 രൂപയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം 10 രൂപയ്ക്ക് ഭക്ഷണം, അങ്ങനെ 50 രൂപയുടെ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് എല്ലാവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും ഈ ഒരു വിലക്കുറവിലും വളരെ നല്ല ഭക്ഷണമാണ് ഇവിടുന്ന് ലഭിക്കുന്നതെന്നുള്ള ഇതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയത്. അപ്പോൾ കൊച്ചിയിലെ ഇന്ദിരാ ക്യാൻറ്റീനിലെത്തി ഭക്ഷണം കഴിക്കുകയാണ് രമേശ് ചെന്നിത്തല. അതിനോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് സാധാരണക്കാരും പാവപ്പെട്ടവർക്കും ഒരു വലിയ അനുഗ്രഹമായി ഇത് മാറും. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാനാണ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര രുചിയാണ്. പ്രത്യേകിച്ച് സാമ്പാറും ചട്നിയൊക്കെ ഭയങ്കര രുചിയാണ്. അപ്പോൾ അത് എല്ലായിടത്തും വ്യാപിപ്പിക്കണമെന്നാണ് ഡെപ്യൂട്ടി മേയറോട് ഞാൻ ആവശ്യപ്പെട്ടത്. കൊച്ചിയിൽ രണ്ടാമത്തെ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. ടൗണിൽ കൂടെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ടൗണിലല്ലേ വരുന്നത്. ഭക്ഷണം ആർക്കും കൊടുക്കാമല്ലോ. പാവങ്ങൾക്ക് 10 രൂപയ്ക്ക് 3 ഇഡ്ഡലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഇതൊരു വൻ വിജയമാണ്. ഇത് വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിവിടെ തുടങ്ങുന്നതുകൊണ്ട് വേറെ ആളാരും വേറെ കടകളിൽ പോകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതൊക്കെ പോകും. ഇവിടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ വന്ന് കഴിക്കും. അപ്പം അതുകൊണ്ട് ഇന്ദിരാ ക്യാൻറ്റീൻ മറ്റ് കടകൾക്കൊന്നും ഒരു ഭീഷണിയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഇതേ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഇതേ സച്ചിൻ. ശരി, ഇന്ദിരാ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല.